ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ പള്ളിക്കുന്ന് ശ്രീ കുന്നാവ് ജലദുർഗ ക്ഷേത്രത്തിലാണ്. ഇത് ഒരു കുളത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. നല്ല ശക്തിയുള്ളൊരു ദേവിയാണ് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് ചുറ്റും കുളമാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശവും ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടെ കുറേ ഉപമൂർത്തികളായിട്ടുണ്ട്. ശിവൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, അയ്യപ്പൻ, അങ്ങനെ. ഇത് ആ ക്ഷേത്രങ്ങളൊക്കെ കഴിഞ്ഞ് താഴോട്ട് വന്നിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം തന്നെ അയ്യപ്പനെ തൊഴുത് അതിന് ശേഷമാണ് സുബ്രഹ്മണ്യൻ, ശിവൻ, അങ്ങനെ എല്ലാവരെയും തൊഴുതിട്ടാണ് ഈ ക്ഷേത്രത്തിൽ താഴോട്ട് വരുന്നത്. താഴെ പടവുകൾ ഇറങ്ങിയിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ടത്. ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് വലിയൊരു ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങൾ അറിയപ്പെടാത്ത ഒരുപാട് ക്ഷേത്രങ്ങളും അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ടത് താഴോട്ട്. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തു നിന്നുള്ള കാഴ്ചയാണ് ഇത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. ജലദുർഗ ക്ഷേത്രത്തിൽ ഞങ്ങൾ പിന്നെ നേരെ പോയത് പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തിത് ഒരരയാൽ തറയിൽ കൊന്നമരവും ആൽമരവും ഒരുമിച്ച് വളർന്നിട്ടുണ്ട്. അതിൽ നിറയെ കൊന്നപ്പൂവുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വീണ്ടും ഞാനിതേ ധന്വന്തരി ക്ഷേത്രത്തിൽ വന്നതാണ് ഇന്ന് രാവിലെ. ചിറക്കൽ ചിറ നോക്കിയേ, എന്തൊരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ചിറയുടെ സൈഡിൽ എല്ലാം ഇൻ്റർലോക്ക് പാകുന്നുണ്ട്. അങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം ചിറക്കൽ ചിറ. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കൃഷ്ണൻ്റെ ഒരു അമ്പലമാണ്. അവിടെ ധന്വന്തരി ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേക്കര ശ്രീകൃഷ്ണ ദുർഗാ ക്ഷേത്രമാണ്. ധന്വന്തരി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനുള്ളിൽ വന്ന് തൊഴുതത്. എപ്പോഴും ഞങ്ങൾ വരുമ്പോഴും ഇവിടെ നടയടക്കാറാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അപ്പോൾ രണ്ടും ചിറക്കൽ ചിറയുടെ ഓപ്പോസിറ്റാണ് രണ്ട് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇത് ചിറക്കൽ ചിറയുടെ സൈഡിൽ തന്നെ ഉള്ളൊരു വലിയൊരാളാണ്. നല്ല വലിപ്പമുള്ളൊരാളാണ്. ഞങ്ങളിപ്പോഴുള്ളത് കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇന്ന് പൂരം കുളിയാണ്. ഇന്ന് പൂരത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭഗവതിയെ തൊഴാൻ വന്നതാണ്. കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പിറകുവശത്തിത് ഒരു സരസ്വതി ക്ഷേത്രവും കൂടെ പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നാഗസ്ഥാനവും കൂടിയുണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറുതിലൊക്കെ എപ്പോഴും ഞങ്ങൾ പാപ്പനശ്ശേരിയിൽ നിന്ന് ഇവിടത്തേക്ക് അമ്പലത്തിൽ തൊഴാൻ വരാറുണ്ട്. അപ്പോഴൊന്നും ഈ ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല. കളരിവാതിക്കൽ അമ്മയുടെ ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പണിതതാണിതൊക്കെ. മീനമാസത്തിലെ കേരളത്തിലെ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും പൂരക്കളിയും കാമനയൊരുക്കലും ഒക്കെ ഉണ്ടാവും. ഇതിപ്പം എൻ്റെ അമ്മയുടെ നാടായ അണീക്കര, വയലപ്ര അണീക്കര പൂമാലക്കാവിൽ മറത്തുകളി ഉണ്ടാവും പൂരത്തോടനുബന്ധിച്ച്. അപ്പോൾ അവിടെ മറത്തുകളി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ യാദൃശ്ചികമായാണ് അവിടെ എത്തിയത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മറത്തുകളി കണ്ടത്. കുറച്ച് സമയം നമ്മൾ മറത്തുകളിയും കണ്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം മാമന്മാരുണ്ടായിരുന്നു അവിടെ, അമ്മയുടെ 2 ബ്രദേഴ്സ്, അവരെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മീനമാസത്തിലെ പൂരം വടക്കൻ കേരളത്തിൽ ഭയങ്കര പ്രാധാന്യമാണെന്ന്. നമ്മുടെ കൊറ്റാളിക്കാവിലും പൂരം മഹോത്സവം ഉണ്ടാകും. കൊറ്റാളിക്കാവിൽ 7 ദിവസം പൂവിടലും കാമനയൊരുക്കലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇത് കൊറ്റാളിക്കാവിൽ പൂരത്തിന് 7 ദിവസവും രാത്രി പൂരക്കഞ്ഞി അവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുവേ. ഞങ്ങളും അതുപോലെ അവിടെ പോയിരുന്ന് പൂരക്കഞ്ഞി കുടിച്ചു. നല്ല ടേസ്റ്റാണ് ഇത്. കഞ്ഞിയും അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ഇട്ട കഞ്ഞിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പുഴുക്ക്, ചേമ്പും കാച്ചിലും ഒക്കെ ഇട്ടിട്ടുള്ള പുഴുക്കും അതും കൂടെ കുടിച്ചു. ഇതാണ് പൂരക്കുട്ടികൾ. ഇവിടെ കാമന് പൂവിടുന്ന കുട്ടികളാണ് പൂരക്കുട്ടികളെന്ന് പറയുന്നത്.
കൊറ്റാളിക്കാവിലെ പൂരത്തിന് 5-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു അപ്പം വാരൽ എന്നൊരു ചടങ്ങുണ്ട്. അത് ഈ വെളിച്ചപ്പാടൻ ഉരുളിയിൽ തിളച്ച എണ്ണയിൽ അപ്പം ഇങ്ങനെ വേവുന്നുണ്ടാവും. അത് കൈകൊണ്ട് വാരി ദേവിക്കും അല്ല അവിടെ വന്നവർക്കൊക്കെ പ്രസാദമായി കൊടുക്കും. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. 7-ാമത്തെ ദിവസം പൂരംകുളി എന്നുള്ള ചടങ്ങാണ്. അത് ഈ കാമനെ പറഞ്ഞയക്കുന്നു അറിയും. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ പൂരംകുളിയോടെ അവസാനിക്കും.